സാറേ, ലഡാക്കാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ സ്റ്റേറ്റ്ഹുഡ് പിൻവലിച്ചിട്ട് യൂണിയൻ ടെറിട്ടറി മാറ്റിയപ്പോൾ 2 യൂണിയൻ ടെറിട്ടറി ആക്കിയാണുണ്ടായത്. അതിലൊന്നാണ് ലഡാക്ക്. ലഡാക്കിൽ കഴിഞ്ഞ കുറേ കാലമായി പുകയുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു എത്നിക് ഇഷ്യൂ ഉണ്ട്. കാരണം ജമ്മു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും ആണെങ്കിൽ ലഡാക്ക് ബുദ്ധ ഭൂരിപക്ഷ പ്രദേശവുമാണ്. അങ്ങനെ ഒരു എത്നിക് ഇഷ്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അതിനകത്തുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ജമ്മു കാശ്മീർ അതിർത്തി പങ്കിടുന്നതും അവിടുത്തെ ഏറ്റവും നിത്യ തലവേദനയും പാകിസ്ഥാനാണ്. അക്കാര്യത്തിലും ലഡാക്കിൻ്റെ അതിർത്തികൾ കുറച്ച് വ്യത്യസ്തമാണ്. ആരുടെയൊക്കെ താല്പര്യങ്ങളാണ് ലഡാക്കിൽ ഇടപെടാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് അത്ര എളുപ്പത്തിൽ പ്രവചിക്കാൻ വയ്യ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കുറേ കാലമായിട്ട് ഭരണകൂടത്തിനെതിരായി ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച് പരിസ്ഥിതിവാദി എന്ന പേരിൽ പുതിയ ഈ അർബൻ നക്സലൈറ്റ് മോഡലിൽ സമരം നയിക്കുന്ന ഒരാളാണല്ലോ സോനം വാങ്ചുക്. എന്താണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? 1966 ഇയാൾ ജനിച്ചത്. ലഡാക്കിൽ തന്നെയാണ് ജനിച്ചത്. ഉല്ലേ തോക്പോ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അയാൾ അവിടെ ജനിച്ചത്. അപ്പോൾ എൻജിനീയറിങ് പഠിക്കാൻ പോയി. എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ലഡാക്കിലേക്ക് തിരിച്ചു വന്നു. എൻജിനീയർ എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. 1988 സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് SECMOL എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചു. കാരണം അവിടെ ഈ ക്ലാസ് മുറികളിൽ നിന്ന് അധികം പേരൊന്നും ജയിക്കുന്നുണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾ. അപ്പോൾ സഹകരിച്ച് പഠിച്ചിട്ട് ജയിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങിയിട്ട് പിന്നെ 95% എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ കോപ്പി അടിക്കുക എന്നാണോ എന്നുള്ളൊരു സംശയം വന്നു. 95% എത്തിച്ചു എന്ന് പറയുന്നു. പിന്നെ ഇയാൾ ചെയ്തൊരു കാര്യം ഈ ഹിമസ്തൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ഇത് സ്തൂപം പോലെ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് ഈ വേനൽക്കാലത്ത് വെള്ളമില്ലാതെ വരുമല്ലോ കർഷകർക്ക്. ആ സമയത്ത് ഇത് ഉരുകുമല്ലോ തന്നെ. അപ്പോൾ ഈ ഒരുപാട് മഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇത് ശേഖരിക്കുക. നമ്മളിവിടെ മഴവെള്ളം ശേഖരിക്കുക എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ മഞ്ഞ് ശേഖരിക്കുക സ്തൂപമായിട്ട്. അത് കഴിഞ്ഞ് വേനലൊക്കെ വരുമ്പോൾ വസന്തകാലത്തുമൊക്കെ കുറച്ച് ചൂട് വരുമ്പോൾ ഇത് ഉരുകുക, എന്നിട്ട് വെള്ളം ഉണ്ടാകുക. അപ്പോൾ മഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു പരിപാടി, മഞ്ഞിൽ നിന്ന് വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൃത്രിമ ഹിമപാളികൾ ഇങ്ങനെ സൂക്ഷിക്കുക, ഉണ്ടാക്കുക പരിപാടി. കോൺ രൂപത്തിൽ ഐസ് ഇങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഇത് കർഷകർക്ക് വെള്ളം കിട്ടുന്ന ഒരു സന്തോഷം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങേർക്ക് മറ്റേ മാഗ്സസെ പുരസ്കാരം കിട്ടി. മാഗ്സസെ പുരസ്കാരം ഇന്ത്യയിൽ 76 മറ്റോ കിട്ടിയിട്ടുണ്ട്. ധാരാളം കിട്ടിയിട്ടുണ്ട്. ചൈനയിൽ കുറവാണ്. അപ്പോൾ മാഗ്സസെ പുരസ്കാരം ഇതിൻ്റെയൊക്കെ അരാജകത്വത്തിൻ്റെ തന്നെ കേന്ദ്ര കമ്മിറ്റിയായ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ സംശയത്തോടുകൂടി നോക്കുന്ന ഒന്നാണ് മാഗ്സസെ. റമോൺ മഗ്സസയുടെ പേരിൽ, ഫിലിപ്പീൻസിൽ പ്രസിഡൻ്റായിരുന്ന ആളുടെ പേരിലാണത്. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്താൻ വേണ്ടി റാമൺ മഗ്സസെ അക്കാലത്ത് CIA ഫണ്ട് ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് മാഗ്സസെ അവാർഡ് KK ശൈലജ മേടിക്കണ്ട യെച്ചൂരിയൊക്കെ പറഞ്ഞത്, ആ നിലപാടെടുത്തത്. അപ്പോൾ മാഗ്സസെ പുരസ്കാരം പക്ഷേ TM കൃഷ്ണനെ പോലുള്ള ആളുകളും P സായിനാഥനെ പോലുള്ള ആളുകളും ഒക്കെ മേടിച്ച് നടക്കുന്നുണ്ട്. ഈ അവാർഡ് വാങ്ങിക്കുന്നവർക്കൊക്കെ എന്തോ വശപ്പശകുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇത് മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ 4 ദിവസത്തെ ഈ ലഡാക്ക് മേള ഇപ്പം നടക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ ദിവസം മേള റദ്ദാക്കിയിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ നടന്നതുകൊണ്ട്. ഇയാൾ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് പറയുന്നത് ഇയാൾ നേപ്പാളിലെ ജൻസി വിപ്ലവം പോലത്തെ ഒരു വിപ്ലവമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപനമൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് ആഭ്യന്തര വകുപ്പ് പ്രസ്താവനയിൽ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒമർ അബ്ദുള്ളയും മെഹബൂബ മുക്തിയും ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് കേന്ദ്രം ഈ ലഡാക്ക് മൂവ്മെൻറ്റിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവ്
ഫുൻസോങ് സെപ്പാങ് എന്ന് പറഞ്ഞൊരു കൗൺസിലർ, അപ്പറിലെ കൗൺസിലറാണ്. വേറെ 2 കൗൺസിലർമാർ കോൺഗ്രസിൻ്റെ ഈ പ്രകോപനം. കാരണം ഇതിൽ ഈ പറഞ്ഞ കൗൺസിലർ തലേന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ BJPയുടെ ഓഫീസിൽ തീ വയ്ക്കും എന്ന് പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അയാൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെയുള്ളത് ധ്രുവ് റാട്ടി കുറച്ച് നാളായിട്ട് അയാളുടെ യൂട്യൂബിൽ ലഡാക്ക് കത്തുകയാണ്, ഇതെന്താണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാരുടെ പങ്ക് വ്യക്തമാണ്. കോൺഗ്രസിൽ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഓഫീസിലിരിക്കുന്ന ഹർഷ്മന്ദർ എന്ന് പറയുന്ന പഴയ കലക്ടർ മധ്യപ്രദേശിലെ അയാളാണല്ലോ ഇയാൾക്ക് തിരക്കഥ ഉണ്ടാക്കി കൊടുക്കുന്നത്, ധ്രുവ് റാട്ടിക്ക്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരു സോറോസ് ബന്ധം കിടപ്പുണ്ടല്ലോ, ഇതിനെയൊക്കെ ഫിനാൻസ് ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റ് ബന്ധം, അതുമായിട്ട് ഇതിന് കൃത്യമായും ബന്ധമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ BJP ഈ 24-ാം തീയതി 11:30 ആണ് ഈ ആൾക്കൂട്ടം ഇയാളുടെ വാങ്ചുക്കിൻ്റെ പ്രകോപന പ്രസംഗം കാരണം നിരാഹാര സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയി BJP ഓഫീസിന് തീ വയ്ക്കുന്നു. BJP ഓഫീസിന് ഞങ്ങൾ തീ വയ്ക്കുന്ന കോൺഗ്രസ് കൗൺസിലർ തലേന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ തെളിവുണ്ട്. അതൊക്കെ കേന്ദ്രത്തിന് അറിയുകയും ചെയ്യാം. എന്നിട്ടാണ് അവരത് ചെയ്തത്. ഇയാളാണെങ്കിൽ വാങ്ചുക്കാണെങ്കിൽ നിരാഹാരം നിർത്തിയിട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് പോയിരിക്കാം. അയാളിത് നിയന്ത്രിക്കാനുള്ള പരിപാടിയൊന്നും അയാൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഗാന്ധിയനൊന്നും അല്ല എന്നർത്ഥം. അയാൾക്ക് ഇതിങ്ങനെ അക്രമം വേണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. 4 മരണം, 59 പേർക്ക് പരിക്ക്, 22 പോലീസുകാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ കേന്ദ്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. 6-ാം ഇനിയും ചർച്ചയിൽ വെച്ചിട്ടുണ്ട്. ഒക്ടോബർ 6-ന് ചർച്ച നടക്കാനുണ്ട്. ഈ ചർച്ച അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് BJPയുടെ വക്താക്കൾ പറയുന്നത്, സംബിത് പാത്ര ഉൾപ്പെടെയുള്ള ആളുകൾ. ഇയാൾ വാങ്ചുക്ക് 2009 ആമിർ ഖാന്റെ 3 Idiots എന്ന് പറഞ്ഞാൽ അത് മറ്റേ ചേതൻ ഭഗത്തിന്റെ നോവല് അടിസ്ഥാനമാക്കിയിട്ടുള്ള ബുക്കാണ്. അതിൽ ഇയാളെ കഥാപാത്രമാക്കി ആണ് ആമിർ ഖാൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അന്നാണ് ഇയാൾക്കൊരു പ്രശസ്തി ഉണ്ടായത് ഈ വാങ്ചുക്കിന്. അപ്പോൾ 1900 ഇയാൾ ലഡാക്കിലെ ഏക മാസിക അച്ചടി പ്രസിദ്ധീകരണം അത് നടത്തിയിരുന്നു ഇയാൾ 2005 വരെ, ലഡാക്സ് മെലോങ് എന്ന് പറഞ്ഞൊരു മാസിക. പിന്നെ ചെറിയ പൈസയ്ക്ക് മൺവീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഇയാൾ, അത് 15 ഡിഗ്രി സെൽഷ്യസ് താപനില, -15ലും +15 ഡിഗ്രി സെൽഷ്യസ് നിലനിൽക്കുന്ന മൺവീടുകൾ, അയാൾ കൺസ്ട്രക്ഷൻ്റെ പരിപാടിയും ഇയാൾക്കുണ്ട്. അപ്പോൾ ലേ അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. ഈ സംഘടനയെ പറ്റി, ഇയാളുടെ NGOയെ പറ്റി CBI അന്വേഷണം കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലഡാക്കിലെ കെജ്രിവാൾ എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരാൾ ആണ് മാക്സസെ. അപ്പോൾ കോൺഗ്രസ് കൗൺസിലർ ഫുൻസോങ് സ്റ്റാൻസ് ഇൻ സെപ്പാങ്, അപ്പർ ലേ കൗൺസിലർ. പിന്നെ ഇയാൾ ഈ മറ്റേ പലതരം വിപ്ലവങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അറബ് വസന്തം. ഇയാളുടെ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം അറബ് വസന്തം പോലെ, നേപ്പാളിലെ ജൻസി പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ യുവാക്കളും പിള്ളേരും അങ്ങനെയാണല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു, ഈ കോൺഗ്രസ് കൗൺസിലറിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അയാൾ രാഹുലിൻ്റെ വലിയ വേണ്ടപ്പെട്ട ആളാണ്, കോൺഗ്രസ് കൗൺസിലർ. നേപ്പാള്, ബംഗ്ലാദേശ് പോലെ, പിന്നെ ഫിലിപ്പീൻസിലും ഇപ്പോൾ സൊറോസിൻ്റെ വിളവ് നടക്കുന്നുണ്ട്. പിന്നെ ഈ മറ്റേ കോൺഗ്രസ് കൗൺസിലർ സാസ്പോലിൽ നിന്നുള്ള സ്മാങ്ക് ദോർജി നോർബിയോ എന്ന് പറഞ്ഞ കൗൺസിലറാണ്. 2 കൗൺസിലർമാർ ഇതിൻ്റെ അകത്തുണ്ട്. അവിടെ ആകെ 4 MLA ഉള്ളൂ, ഒരു MP. ആ ചെറിയ സ്ഥലമല്ലേ. അപ്പോൾ കൂടുതൽ CRPF വേണം എന്ന് ഇവർ പറഞ്ഞിരുന്നു. പിന്നെ കേന്ദ്രം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ഗോത്രവർഗ സംവരണം 45% നിന്ന് 84 ആക്കുക, 3/1 വനിതാ സംവരണം, ബോത്തി പുർഗി
ബോത്തി പുർഗി 2 ഭാഷകൾക്ക് ഔദ്യോഗിക പദവി കൊടുക്കുക. പിന്നെ 18,000 പേർക്ക് 1,800 പേർക്ക് ജോലി കൊടുക്കുക, പുതുതായിട്ട് സർക്കാരിൽ ജോലി കൊടുക്കുക. ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഈ 2019 നമ്മൾ ആർട്ടിക്കിൾ 370 പിൻവലിക്കുമ്പോഴൊക്കെ കേന്ദ്രഭരണ പദവിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ സ്റ്റേറ്റ് വേണമെന്നും മറ്റേ ഷെഡ്യൂൾ വേണമെന്നും പറയുന്നത്. അപ്പോൾ ഈ പ്രകാശ് രാജില്ലേ നടൻ, മറ്റേ സൂഡോ ഇന്റലക്ച്വൽ ഈ ഇതിൻ്റെയൊക്കെ കൂടെ നടക്കുന്ന ആള്, അയാള് ഈ നിരാഹാര സത്യാഗ്രഹ സ്ഥലത്ത് പോയിരുന്നു. പ്രകാശ് രാജ് റാട്ടി യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു, ലഡാക്ക് കത്തുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം ഒരു ഡീപ് സ്റ്റേറ്റ് പരിപാടി പോലെ തോന്നുന്നുണ്ട്. ഒരു വർഷം 58 കോടി രൂപയാണ് ലഡാക്കിന് കേന്ദ്രം കൊടുത്തിരുന്നത്. 4 MLA 1 MP. കശ്മീരിൻ്റെ ഭാഗമായിരുന്നപ്പോൾ കശ്മീരിൻ്റെ 60% ഭൂമിയും ലഡാക്കിൻ്റേതായിരുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ ഭൂമിയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കേന്ദ്ര പദവി കിട്ടിയാൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും എന്നിവർക്ക് തോന്നിയിട്ടാണ് കേന്ദ്ര പദവി മതി എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സംസ്ഥാനമാകണം എന്ന് പറയും, മറ്റേ പദവി വേണം, മറ്റേ ഷെഡ്യൂൾ 6 പെടുത്തണം എന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ കാരണം പറയാം. ലിഥിയം നിക്ഷേപം ലഡാക്കിൽ വലിയ തോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലിഥിയം നിക്ഷേപത്തിൽ ബാറ്ററി ഉണ്ടല്ലോ, ലിഥിയം നിക്ഷേപത്തിൽ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ ലിഥിയം നിക്ഷേപം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സ്വയംഭരണം വന്നു കഴിഞ്ഞാൽ, ഷെഡ്യൂൾ 6 പെട്ടി മിസോറാം പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ആ ഹിൽ കൗൺസിലിനെ കൊണ്ട് സൗകര്യം പോലെ നമുക്ക് മാന്താമെന്ന് ചൈന കരുതുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഇത് കേന്ദ്രഭരണ നിൽക്കുന്നത് ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ചൈനയുടെ ഇംഗിതം അനുസരിച്ച് പെരുമാറുന്ന ഒരാളാണ് മറ്റേ രാഹുൽ ഗാന്ധി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഗാൽവാൻ കാലത്തുമൊക്കെ ചൈനീസ് സ്ഥാനപതിയൊക്കെ കണ്ടതാണ്. അപ്പോൾ ലിഥിയം നിക്ഷേപം ലഡാക്കിൽ കണ്ടെത്തിയതാണ് ഈ പ്രക്ഷോഭം ഈ തരത്തിൽ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ലഡാക്കിലെ പ്രശ്നങ്ങളെ നമ്മൾ ഇപ്പം തൊട്ട് മുമ്പിൽ കണ്ട ഡീപ് സ്റ്റേറ്റ് തിയറി വെച്ച് അത്ര ഈസി ആയിട്ടും സ്ട്രെയിറ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ലഡാക്ക് പല കാരണങ്ങളിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ഒടുവിലത്തെ കാരണം വളരെ പ്രധാനമാണ്. ഒന്ന്, ചൈനീസ് ബോർഡർ പങ്കിടുന്നു. ചൈനയുടെ താല്പര്യങ്ങൾ എപ്പോഴും എക്കാലത്തും ഈ ലഡാക്കിൽ ഉണ്ടായിട്ടുണ്ട്, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ എൻ ജി ഒ മുഖേനയുള്ള ഓപ്പറേഷൻ ഉണ്ടല്ലോ, അത് നേരത്തെ തന്നെ ഷെയർ ചെയ്ത ഒരു അവിടുത്തെ 21 ഇയാള് യൂനുസിന്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആര്? ഈ മാക്സസ്. അതെ അതാണ് അദ്ദേഹം ഒരു ഗ്ലോബൽ പേഴ്സണാലിറ്റി ആണല്ലോ, അതിൻ്റെ ഒരു സംഗതിയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡീപ് സ്റ്റേറ്റിനെയും ഒരുപോലെ കാണാനും വയ്യ. എല്ലാ ഇപ്പോൾ ശ്രീലങ്കയിലെയോ ബംഗ്ലാദേശിലെയോ ഡീപ് സ്റ്റേറ്റ് അല്ല നേപ്പാളിലെ ഡീപ് സ്റ്റേറ്റ്. നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഓരോ രാജ്യത്തിലും ഉള്ള ഈ സമാന്തര ഭരണ സംവിധാനങ്ങളെയാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഡീപ് സ്റ്റേറ്റ്. അതെ അവിടുത്തെ അങ്ങനെ വിളിച്ചാൽ മതി. മാത്രമല്ല ഒരു നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായി വിഘാതം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് എല്ലാ പരിധിയും വിട്ട് പോകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഡീപ് സ്റ്റേറ്റുകൾ ഉണ്ടായി വരികയും ചെയ്യും. അതിൻ്റെ സ്വാഭാവികം തന്നെ. ഇപ്പോൾ ഒടുവിലത്തെ ഒരു പ്രശ്നം ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത് തീർക്കാനല്ല ഇവർക്ക് താല്പര്യമില്ല. എത്ര കാലമായി ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ നിർദ്ദേശം വന്നാൽ ആദ്യം ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങളല്ലേ ലഡാക്കുകാരല്ലേ പറഞ്ഞ ഞങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി മതിയെന്ന്, കേന്ദ്രഭരണ പ്രദേശം മതി എന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ അത് മാറ്റി പറയാൻ തുടങ്ങുന്നു. സ്റ്റേറ്റ് വേണമെന്ന് പറയുന്നത് എന്തിനാണ്? കുറേ ഉത്തരങ്ങൾ കിട്ടാതെ പോകുമല്ലോ കുറേ കാര്യങ്ങൾക്ക്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇദ്ദേഹം എന്ത് ഗാന്ധിയനാണ്? ഇപ്പോൾ ചൗരി ചൗര പോലീസ്, ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ലേ, ചൗരി ചൗര പോലീസ് സ്റ്റേഷന് തീയിട്ടു. അത് തൻ്റെ തന്നെ അനുയായികളെ കൈവിട്ട് പോയാൽ
അവരെ ഉപേക്ഷിച്ചിട്ട് ഗുജറാത്തിലേക്ക് പോകലാണോ, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകലല്ലോ ഗാന്ധിയൻ മാതൃക എങ്ങനെയാവുന്നത്? ഇദ്ദേഹം ഇപ്പോൾ ഇട്ടെറിഞ്ഞു പോയി, എല്ലാവരെയും ഇളക്കി വിട്ടിട്ട്. പിന്നെ ഇദ്ദേഹം അതിനിടയിൽ പറഞ്ഞ കാര്യം കേട്ടോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മുല്ലപ്പൂ വിപ്ലവം പോലെ, ജാസ്മിൻ റവല്യൂഷൻ പോലെ എന്ന് പറഞ്ഞു. ജാസ്മിൻ റവല്യൂഷൻ പതിറ്റാണ്ടുകളായിട്ട് ഒരു ജനത, ഒരു ഭരണകൂടത്തിൻ്റെ നുഖത്തിന് കീഴിൽ ഏകാധിപത്യം, അഴിമതി, കെടുകാര്യസ്ഥത, വികസനമില്ലായ്മ, വികസന മുരടിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോഴാണല്ലോ ടുണീഷ്യയിൽ നിന്ന് മുല്ലപ്പൂ വിപ്ലവം വന്നത്. അതാണ് പിന്നീട് 10-12 രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിച്ചത്. അത്തരത്തിലുള്ള സാഹചര്യം എങ്ങനെയാണ് ഇന്ത്യയിലുണ്ടാകുക? മാത്രമല്ല ഇന്ത്യയിൽ ഈ 14 കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്, കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞില്ലേ വളരെ കൃത്യമായിട്ട്, നമ്മുടെ പിയേഴ്സ് മോർഗൻ പറഞ്ഞല്ലോ, ഞാൻ 2014 മുമ്പ് കണ്ട ഇന്ത്യയെ അല്ല, ഇന്ത്യ സമ്പൂർണ്ണമായിട്ടും മാറിയില്ലേ, മുഖം തന്നെ മാറിയില്ലേ. അങ്ങനെ അതിവേഗം പുരോഗതിയിലേക്കും അതിവേഗം ശക്തിയിലേക്കും കുതിക്കുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ച് എങ്ങനെയാണ് ഈ വലിയ ഈ ജനവികാരം കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു മുല്ലപ്പൂ വിപ്ലവത്തോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഉള്ളത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള കരുക്കളൊക്കെ ഒരുക്കി വെച്ചിട്ട് യഥാർത്ഥ തിരക്കഥാകൃത്തുക്കൾ കർട്ടന് പിന്നിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അവരായിരിക്കണം ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്. ഈ ആളുകളെ മുഴുവൻ ഇളക്കി വിട്ടിട്ടേ. കാരണം ഈ അക്രമമല്ല അഹിംസയാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ സോനത്തിൻ്റെ ഇന്നലെ വരെയുള്ള വാക്കുകൾ. പക്ഷേ സമാധാനത്തിലേക്ക് നീങ്ങുന്നു, ഇത് ഭരണകൂടം ചെവിക്കൊള്ളാൻ പോകുന്നു, ഒരു ടേബിളിന് ചുറ്റും അവരെ ഇരിക്കാൻ പലതവണ ക്ഷണിച്ചതാണ്, നിസ്സാര കാരണങ്ങൾ പറഞ്ഞിങ്ങനെ നീട്ടി കൊണ്ടുപോകണം. അവസാനം ചർച്ചയിലേക്ക് പോയേ പറ്റൂ എന്നൊരവസ്ഥയിൽ എത്തുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? രംഗം കത്തിച്ചിട്ട് ആളുകളെ അക്രമത്തിന് പ്രേരിപ്പിച്ചിട്ട് വളരെ അഗ്രസീവായ പ്രസംഗം നടത്തിയിട്ട് ഇദ്ദേഹം രംഗം കാലിയാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ ആ സമയത്ത് തന്നെ അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ താല്പര്യങ്ങളും രംഗത്ത് വരികയാണ്. ഇതിൻ്റെ പിന്നിൽ ആരാവും? ഒരൊറ്റ ചോദ്യമേ ഇതിനകത്തുള്ളൂ. തീർച്ചയായിട്ടും നേപ്പാളിൽ അത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആരോപണങ്ങളാണ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ നേപ്പാളിലെ ഇന്ത്യ വൻശക്തിയാവുമ്പോൾ ഇന്ത്യയുടെ അയലത്ത് നിന്നൊക്കെ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാവണമെന്ന് കരുതുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ആണ്. അത് ആര് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് വരുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ രാജ്യത്തിനകത്ത് തന്നെ രാജ്യദ്രോഹ ശക്തികളെ വളർത്തിയെടുക്കുന്ന ഒരു വൈദേശിക ആശയത്തിനാണല്ലോ നമ്മൾ ഡീപ് സ്റ്റേറ്റ് നേരെ പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അത് ആര് എന്നത് ആരെന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ 2 കോൺഗ്രസ് കൗൺസിലർമാർ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേറെ ഭയങ്കര സങ്കീർണമാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് നമ്മൾ കാണണം. കാരണം എന്ന് വെച്ചാൽ ചൈന ഇപ്പോൾ ആഗോള സാഹചര്യം വെച്ചിട്ട് നമ്മൾ അമേരിക്കയോട് മുഖാമുഖം ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ പല വേദികളിലും പ്രത്യക്ഷമായി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാങ്ഹായ് കൗൺസിലിൽ എടുത്തിട്ടുണ്ട്, UN ജനറൽ അസംബ്ലിയിൽ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ റഷ്യ ഉക്രൈൻ വാറിൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ എണ്ണ ഇടപാടിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോൾ കൈവിട്ട് പോയതുകൊണ്ട് ഈ കുട്ടികൾ തീക്കളി കളിക്കുകയായിരിക്കും സാധ്യത. അത് അത് മുളയിലേ നുള്ളിക്കളയുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഗവൺമെൻറ് അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ശരി. അടിച്ചമർത്തിയാൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ആഗോളതലത്തിൽ പ്രത്യാഘാതം പോലും ലഡാക്കിൻ്റെ വിഷയത്തിൽ ഉണ്ടാവാനിടയില്ല. പിന്നെ ഈ 2 കാര്യങ്ങൾ ഇത് സർക്കാരിന് അറിയാമായിരുന്നു. കാരണം കർഷക സമരത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ആദ്യം ഉണ്ടായിട്ട് രണ്ടാമത്തെ പ്രക്ഷോഭം നടന്നില്ലല്ലോ. നടന്നില്ല. അത് അതിർത്തിയിൽ വെച്ച് അടിച്ചമർത്തിയല്ല എന്ന പോലെ ഇതെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ഇവരോട് കുറച്ച് നമ്മൾ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐഡന്റിറ്റി ഗോത്രപരമായി പരിഗണിക്കുമ്പോൾ ഇന്ത്യ സമാധാനത്തോടെയും സൗഹൃദത്തോടെയും കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ജനതയാണ് ലഡാക്കുകാർ. അതേസമയത്ത് കാശ്മീരിൽ നിന്ന് ജമ്മുവിലെ എന്താ പറയുക പണ്ഡിറ്റുകളെ ആട്ടി ഓടിച്ചിരുന്ന വയലൻ്റായ ഒരു സിറ്റുവേഷൻ അല്ല അന്ന് ലഡാക്കിലുണ്ടായിരുന്നത്. ലഡാക്കിൽ ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ശാന്തി ഭാഗം ഉൾക്കൊള്ളുന്ന സമാധാന പ്രേമികളായിരുന്ന നാടാണല്ലോ. അതുകൊണ്ട് അവരോട് കുറച്ച് സോഫ്റ്റായി അവരെ നേരിടാൻ, മാത്രമല്ല അവർക്ക് ആവശ്യമുള്ളതൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നടത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അവിടെയാണ് ഇപ്പോൾ അക്രമം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2 തരത്തിൽ അത് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കേന്ദ്രത്തിൽ നിന്ന്, ഒരു കോണിൽ നിന്ന് അക്രമം ഉണ്ടാകുന്നു എന്നത്. കാശ്മീരിലെ തീവ്രവാദികൾ കാശ്മീരികൾ മാത്രമല്ല പാകിസ്ഥാനാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങൾ തകർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ലഡാക്കിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ നിസ്സഹായത ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ചില കാര്യങ്ങൾ ശക്തമായി കൈകാര്യം ചെയ്യും. നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.